ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എൻ്റെ ഫാദറിനും അവർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചവരാണ്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കും പാരമ്പര്യവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? വളരെയധികം സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഈവൻ ബീറ്റ് നമ്മുടെ ഫാദറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മെത്തറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മുടെ തൊട്ട് ഫസ്റ്റ് ഉണ്ടല്ലോ, അമ്മയുടെ ആദ്യ സഹോദര അമ്മാച്ചന്മാർ, അവർക്കൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. യങ് ഏജിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഡിസീസസ് നമ്മൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങണം എന്ന് പറയും. വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസമില്ല. എന്താണെങ്കിലും മെറ്റേണൽ സൈഡാണെങ്കിലും ഓവറോൾ നമ്മൾ പിന്നെ നമുക്ക് എസ്പെഷ്യലി നമ്മൾ അതിൻ്റെ ഒരു ഏജ് പറയും. അതായത് ഫീമെയിൽസിനാണെങ്കിൽ 65 വയസ്സിൽ താഴെയുള്ള ഫീമെയിൽസിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള റിലേറ്റീവ്സ് നമുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അമ്മക്കാണെങ്കിൽ മെയിൽസിലാണെങ്കിൽ 55 വയസ്സിൽ താഴെ ഹാർട്ട് അറ്റാക്ക് വന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെ ആവണമെന്നില്ല, പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിച്ചവർ ചിലപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ആ ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏർലി ഡെത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ, അങ്ങനെയുള്ളവർ ഈ ഒരു യങ് ഏജിലുള്ളവർ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കെയർഫുൾ ആവണം. ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രീനിങ് ബിഫോർ ദാറ്റ് നമ്മളതിൻ്റെ ഒരു നമ്മൾ പറയത്തില്ലേ, നമ്മൾ വി ഷുഡ് നോ യുവർ നമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഷുഗർ, നമ്മുടെ പ്രഷർ, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ്, നമ്മുടെ വെയിറ്റ്, ഐ തിങ്ക് വി ഷുഡ് ബി നോയിങ് ബൈ ദാറ്റ് ഫ്രം യുവർ യങ് ഏജ്. ദേ സേ ആഫ്റ്റർ 20 years 20 വയസ്സിന് ശേഷം തൊട്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ.